മദാർ ALP സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൾ വഹാബ് MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് സ്കൂളിൽ സ്മാർട്ട് TV ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. ചടങ്ങിൽ PV അബ്ദുൾ വഹാബ് MP ക്ലാസ് റൂമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കരുണാനിധിയും പരമകാരുണികനുമായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട അധ്യക്ഷ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, മെമ്പേഴ്സ്, പാരൻസ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുപ്രഭാതം, നമസ്കാരം. വളരെ ഒരു ചെറിയ പരിപാടി. എൻ്റെ രാജ്യസഭാ അംഗത്വം അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ, ഒരു കൊല്ലത്തിനുള്ളിലുള്ള 10-11 മാസമുള്ള സമയത്ത് ഇവിടെ കേരളയിൽ വരാനും ഈ പുള്ളിയിൽ വരാനും ഇങ്ങനൊരു പരിപാടി ഉണ്ടാക്കാനും സത്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിരുന്നത്. കാരണം ഇന്നലെ ഡാർജിലിംഗിൽ നിന്ന് രാത്രി വന്നു, കോഴിക്കോട് നിന്ന് രാവിലെ പ്രോഗ്രാം, അത് കഴിഞ്ഞ് ഇവിടെ ഇത് കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാം കൂടി ഉണ്ട് പള്ളിയിൽ പോണതിന് മുമ്പ്, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും. അപ്പോൾ ഈ തിരക്കിനിടയിൽ പുള്ളിയിൽ മുമ്പായം വന്നിട്ടുണ്ട്. അന്നത്തേക്കാൾ കൂടുതൽ ഭംഗിയായി കാണുന്നുണ്ട് ഇപ്രാവശ്യം. അന്നത്തേനേക്കാളും കൂടുതൽ അന്തരീക്ഷമൊക്കെ ഒന്ന് കൂടുതൽ പച്ചയും പെയിൻറ്റിങ്ങൊക്കെ അടിച്ച് വളരെ നന്നായിട്ട്. LP സ്കൂളാ? LP അല്ലേ? ഒരു LP സ്കൂൾ ഇത്രത്തോളം വളരെ ഭംഗിയായി സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന മാനേജ്മെൻറ്റിനോടും അത് സഹകരിക്കുന്ന PTA. ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല. പണ്ട് PTA എന്നുള്ള പേരിന് കമ്മിറ്റിയായിരുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും കുറവായിരുന്നു. ഒന്നാമത് അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. നമ്മുടെ കുട്ടികളെ സ്കൂളുകാർ പറഞ്ഞേക്കാം, ബാക്കി നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള നിലയിൽ നിന്ന് മാറി നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് കൂടി ഈ കോളേജിലോ എവിടെ ചേർത്താലും PTA പാരൻസ് ടീച്ചേഴ്സൊക്കെ വരണം എന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഒരു
ഒരു കമ്മിറ്റ്മെൻറ്റ്. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർമാരായ പ്രശാന്ത് സാർ, മനോജ് സാർ, പ്രധാനാധ്യാപിക അംബുജം ടീച്ചർ എന്നിവർ ചേർന്ന് ചടങ്ങിൽ അബ്ദുൾ വഹാബ് എംപിക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്തിന്റെ പ്രത്യേകത, അവിടെ വരുന്ന മെമ്പർമാരെല്ലാം വിദ്യാഭ്യാസപരമായി ചിന്തിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ ഈ ഒരു വിദ്യാലയത്തിലടക്കം വളരെയധികം മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വേദിയിൽ സന്നിഹിതരായ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ PTA, MTA, SSG അംഗങ്ങള്, അവരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു ഏതൊരു ഉന്നമനത്തിനും അവരുടെ ഒരു കൈത്താങ്ങി ഈ സ്കൂളിനുണ്ട്. അവർ ഈ വേദിയിൽ സന്നിഹിതരാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ HMമാരായിട്ടുള്ള ആയിരുന്ന പ്രശാന്ത് മാഷ്, അതുപോലെ മനോജ് മാഷ്, അവരുടെ പ്രവർത്തനം ഈ ഒരു മേഖലയിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട വ്യക്തിത്വം എന്നുള്ള രീതി തന്നെയാണ് നമ്മുടെ ഷറഫുദ്ദീൻ. അദ്ദേഹം അന്ന് മെമ്പർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ SSG അംഗമാണ്. അദ്ദേഹത്തിന്റെ സേവനവും ഈ ഒരു രംഗത്ത് വളരെ മികച്ചതാണ്. ഞാൻ കൂടുതൽ ധരിപ്പിക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സബാഹ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുരത്ത് അധ്യക്ഷത വഹിച്ചു. സുരേഷ് മാസ്റ്റർ, ദേശീയ എഞ്ചേരിയൻ, മറ്റു മെമ്പർമാർ, PTA, MTA ഭാരവാഹികൾ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞൊരു സദസ്സാണിത്. കാരണം ഒരു സ്കൂളിനെ ഒരു സ്മാർട്ട് റൂം അനുവദിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ നമ്മൾ അറിയിക്കുക തന്നെ വേണം. കാരണം IT മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്ന അബ്ദുൾ വഹാബ് സാറിനോടുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനും വികസനങ്ങൾ ഒട്ടനവധി തന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ക്ലാസ് ഇനിയുള്ള മക്കൾക്ക് നല്ല രൂപത്തിൽ പഠിക്കാൻ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇവിടുത്തെ രക്ഷിതാക്കളും അധ്യാപകരും മുന്നിട്ടിറങ്ങുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന്യനായ MP തൻ്റെ ഔദ്യോഗിക കാലഘട്ടത്തിനിടയിൽ നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഒരു കയ്യൊപ്പ് ചുമർത്തി എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ എരഞ്ഞിക്കുളവൻ വായനാവാരത്തിന്റെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP സിദ്ദീഖ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. Second prize goes to Muhammad Yazin. Environmental Peace second prize. Muhammad Yazin. Congrats Yazin. And third prize. രണ്ട് കുട്ടികൾക്ക് മൂന്നാം സ്ഥാനമുണ്ട്. ഫൈസാൻ 4D ഫൈസാൻ ആൻഡ് നികേൽ സത്യ, രണ്ടു പേർക്കും മൂന്നാം സ്ഥാനമാണ്. രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. Congratulations to Faizan and Nigat Satya. Goes to Muhammad Yazin. Congrats Yazin. നല്ല കൈയടി കൊടുക്കും. Second prize Faizan. ഗണിതത്തിൽ second prize. Congrats Faizan. രണ്ട് കുട്ടികൾക്ക് മൂന്നാം സ്ഥാനം. മുഹമ്മദ് ഷാദിൻ ആൻഡ് ഇവാൻ ഹൈദി, രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. പരിസ്ഥിതി ദിന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി വർഗീസും ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ PP-യും ഗണിത വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് മെമ്പർ ജയശ്രീ അഞ്ചേരിയൻ, സുരേഷ് മാസ്റ്റർ എന്നിവരും വിതരണം ചെയ്തു. അതിനുകൂടി സാധിക്കാനുള്ള പ്രയത്നത്തിൽ കരുളായി ഭരണസമിതി അതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഇവിടെ തന്നിട്ടുള്ള സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി നമുക്ക് സാധാരണക്കാരായ മക്കൾ ഇവിടെ വന്ന ഈ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ സ്കൂളിലെ അലിഫ് ക്ലബിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ നിഷ VP നിർവഹിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് അധ്യാപകരായ പ്രശാന്ത് സാറും മനോജ് സാറും, PTA പ്രസിഡന്റ് ഷൈബു, SMC ചെയർമാൻ ഹബീബ് റഹ്മാൻ, ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് ബേബി റോഷ്ന,
ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. നമുക്ക് രുചികരമായ ഭക്ഷണം നൽകുന്ന നമ്മുടെ കുഞ്ഞാനേക്ക, മത്സരി ചേച്ചി എന്നിവർ, ഇങ്ങനെ എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും പുള്ളി DLPS ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.